പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇസ്രായേൽ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. പക്ഷേ രാവിലെ ഇതിൻ്റെ വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഞാൻ കർണാടകയിലൊരു ടൂറിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹോം സ്റ്റേയിൽ വന്ന ശേഷമാണ് ഈ വീഡിയോ ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിനൊരു പ്രൊഫഷണൽ ടച്ച് ഒന്നും കാണത്തില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കണ്ടൻ്റാണ്. അപ്പം ഞാൻ പല വീഡിയോയിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇറാൻ ഏകദേശം 300 + 100 400ഓളം പ്രൊജക്ടൈൽസ്, മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസ്, ക്രൂസ് മിസൈൽസ്, അതേപോലെ ഡ്രോൺസ്, പിന്നെ പ്രോക്സീസിൻ്റെ അത് ഹിസ്ബുള്ള, ഹൂത്തികൾ, അൽബാദർ എന്ന് പറഞ്ഞ ഹൻസാർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഇതെല്ലാം കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്തു. അപ്പോൾ കേരളത്തിലെ മീഡിയയും അതേപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ ഒക്കെ പറഞ്ഞു, അതായത് ഇസ്രായേലിന് പേടിയാണ് തിരിച്ചടിക്കാൻ. ഞാൻ വളരെ കൃത്യവും ക്ലിയറായിട്ട് പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു 50 വർഷം മുമ്പിലാണ് ഇറാനേക്കാളിലും. ഏകദേശം 40 വർഷത്തോളം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മുകളിൽ സാങ്ഷനാണ്. ഈ രാജ്യം വളരെ വളരെ പുറകിലാണ്. ടെക്നോളജി ആണെങ്കിലും മിലിറ്ററി കേപ്പബിലിറ്റി ആണെങ്കിലും എല്ലാ കാര്യത്തിലും. അതാണ് അവരുടെ 300-400 ഡ്രോൺസും പ്രൊജക്ടൈൽസും അവിടെ മുഴുവനും ഇസ്രായേലിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് ഡിഫ്യൂസ് ചെയ്തത്. അപ്പം ഇപ്പോഴത്തെ സംഭവം എന്താണ്? അതായത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു. ഇതിനെപ്പറ്റി വ്യക്തമായി ഇസ്രായേൽ പോലും പറയാൻ തയ്യാറായിട്ടില്ല. അത് അവരുടെ പോളിസിയുടെ ഭാഗമാണ്. അവർ ഡെമാസ്കസിലെ ഇറാനിയൻ സീനിയറായിട്ടുള്ള ആർമി കമാൻഡേഴ്സിനെയും അടിച്ചിട്ട് അവർ പറഞ്ഞിട്ടില്ല അവരാണിത് ചെയ്തതെന്ന്. കാരണം അവർ മറ്റുള്ള രാജ്യത്തിൽ ഇൻവേഷൻ നടത്തി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു പോളിസിയുടെ ഭാഗമാണ്, അവരതിനെപ്പറ്റി മിണ്ടത്തില്ല. പക്ഷെ ഇവിടെ ഇറാനാണ് ആദ്യം പറഞ്ഞത് അവരുടെ ടെറൈനിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു. അതായത് ഇറാൻ്റെ ഏറ്റവും വലിയ മിലിറ്ററി ബേസാണ്. ആ ബേസിലും മറ്റൊരു സിറ്റിയിലും രണ്ടിടത്തും അവരുടെ മിലിറ്ററി ക്യാമ്പുകളാണ്. ആദ്യത്തെ സിറ്റി എന്ന് പറയുന്നത് അവരുടെ ഇറാൻ്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. അവിടെ ഏകദേശം 3000-ലധികം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന ലാബുണ്ട്. അപ്പം ഇങ്ങനെ അതേപോലെ തന്നെ അവിടെ ഇറാൻ്റെ മിസൈൽ കേപ്പബിലിറ്റി ഏറ്റവും കൂടുതൽ സ്റ്റോറേജും സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഒരറ്റാക്ക് നടന്നു എന്ന് പറയുന്നു. മറ്റൊരു അറ്റാക്ക് നടന്നത് വേറെ സിറ്റിയിൽ അവരുടെ മിലിറ്ററി ക്യാമ്പാണ് അവിടെ അറ്റാക്ക് കഴിച്ചത്. അപ്പോൾ 2 സിറ്റികളിലാണ് അറ്റാക്ക് ചെയ്തു എന്ന് ഇറാൻ പറയുന്നത്. എന്നിട്ട് ഇറാൻ പറയുന്നത് മിസൈൽ അവർ അറ്റാക്ക് ചെയ്തില്ല, മിസൈൽ കൊണ്ടല്ല അറ്റാക്ക്, ഡ്രോൺസ് കൊണ്ടാണ് അറ്റാക്ക് ചെയ്തത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഡ്രോൺസ് കൊണ്ടാണ് അറ്റാക്ക് ചെയ്തത്. അതേപോലെ തന്നെ ഇറാൻ പറയുന്നു ഈ ഡ്രോൺസ് അവർ ഫയർ ചെയ്തിട്ടു. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഏകദേശം 1500 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഈ 1500 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്രമാത്രം പേലോഡ് വെച്ച് ഫ്ലൈ ചെയ്യാൻ പറ്റും ഇത്രയും ദൂരം, ഇത് മാറ്റർ ചെയ്യും. കാരണം സമയമെടുക്കും. അപ്പം അത് ഒരിക്കലും ഇറാൻ്റെ ആ വാദം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഡ്രോൺസ് വെച്ചാണ് അവരെ ഫയർ ചെയ്തത്. ഇത് ഉറപ്പായിട്ടും ഇസ്രായേലിൻ്റെ ജെറീക്കോ എന്ന് പറയുന്ന ജെറീക്കോ 3 അത് വെച്ചാണ് ഇവർ അറ്റാക്ക് നടത്തിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേലോഡ് എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെ പറയുന്നത് ഏകദേശം 1 ടൺ 1000 കിലോയുടെ പേലോഡാണ് ഒരു മിസൈലിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള. അതായത് അതിൻ്റെ ആമിനേഷൻ എന്ന് പറയുന്നത് അത് അത്രയും വഹിച്ചുകൊണ്ടാണ് പോയി ഫയർ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പം ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പല ശബ്ദങ്ങൾ കേട്ടു, 3-4 സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവർ 300-400 മിസൈൽ വിട്ടിട്ട് അവിടെ എന്തോ ഉണ്ടായത്, ഒരു കുന്തോ ഉണ്ടായില്ല. ഒരു കൊച്ചു കുട്ടിക്കാണ് ഇൻജേർഡ് ആയത്. ഇവിടെ എന്താണ് സംഭവിച്ചതാണ് സംഭവം. കാരണം ന്യൂക്ലിയർ ബേസിലാണ് ചെയ്തേക്കുന്നത്. ഇറാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇസ്രായേൽ ഇതേപോലെ ഇറാൻ്റെ സ്ഫോടക വസ്തു വീണ സ്ഥലം, ഡിഫ്യൂസ് ചെയ്ത സ്ഥലം ജേർണലിസ്റ്റുകളെ കൊണ്ട് കാണിച്ചു. അത് നമ്മുടെ മുമ്പിലുണ്ട്.
പക്ഷെ ഇറാൻ ഇതൊന്നും ചെയ്യുന്നില്ല, വളരെ നിശബ്ദമാണ്. എന്താണ് അവിടെ ഉണ്ടായത്? അവരൊരു കാര്യം പറയുന്നു, ന്യൂക്ലിയർ വളരെ സേഫാണ്. പിന്നെ അവരുടെ ഫ്ലൈറ്റുകൾ ഓപ്പറേഷൻ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഇപ്പം ഇതിനകത്ത് ഇസ്രായേൽ കൊടുത്തൊരു മറുപടി, നീ 300-400 വിട്ടാൽ ഞാൻ 2-3 വിടുത്തുള്ളൂ, പക്ഷെ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും. ഈ മെസ്സേജാണ് കൊടുത്തത് ഇസ്രായേൽ ഇറാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അവർ 400 മിസൈൽ ഒരുമിച്ച് വിടുന്നു, ഡ്രോൺസ് ഒരുമിച്ച് വിടുന്നത്, എവിടെ പോയി എങ്ങോട്ട് പോയെന്ന് ആർക്കും ഒരു പരിപാടിയില്ല. ഇത് ഇറാൻ തന്നെ പറയുന്നു, അവരുടെ ടെറൈൻ്റെ അകത്ത് പ്രത്യേകിച്ച് 2-3 ഈ ബ്ലാസ്റ്റുകൾ ഉണ്ടായി. അതായത് ഇറാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അവൻ്റെ ബേസിൽ ബ്ലാസ്റ്റ് ഉണ്ടായി. അതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നമെന്നുള്ളത് അവൻ പറയുന്നില്ല. ഇതാണ് കള്ളത്തരവും കപടതയും പറഞ്ഞു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇറാൻ. പിന്നെ മറ്റൊരു കാര്യം, കേരളത്തിലെ ഇറാൻ സ്നേഹികളോട് പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞല്ലോ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന്. തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വെപ്പൺസ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, വളരെ പ്രിസൈസാണ്. നോക്കുക, ജെറിക്കോ 3 ആണ് പോയിരിക്കുന്നതെന്ന് പറയുന്നു. ഏകദേശം 3000 കിലോമീറ്റർ ഇത് ട്രാവൽ ചെയ്യും വളരെ ഫാസ്റ്റായിട്ട്. ഇതിനെ തടയാനൊന്നും ഇറാൻ ജന്മം ചെയ്ത് വിചാരിച്ചാൽ നടക്കത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നേരത്തെ 2020 ഇപ്പോൾ അമേരിക്ക അവരുടെ സുലൈമാനിയെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇറാൻ ഏകദേശം 18 മിസൈലാണ് വിട്ടത് അമേരിക്കൻ ബേസിലോട്ട്. അന്ന് ഏകദേശം 1000 കിലോമീറ്റർ ബാഗ്ദാദ്. തിരിച്ച് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തു. ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, എവിടെയല്ലാത്ത ഉക്രൈനിയൻ ഫ്ലൈറ്റേ കയറി അടിച്ചു. അത്രയും യാത്രക്കാർ മരിച്ചുപോയി. കാരണം അവൻ്റെ അത്രയേ ഉള്ളൂ, അത്ര ടെക്നോളജിയേ ഉള്ളൂ. അവൻ യാത്രാ വിമാനമാണോ പോകുന്നത്, ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണോ പോകുന്നത്, മിസൈലാണോ പോകുന്നത് പോലും ഇറാന് അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെക്നോളജി അവൻ്റെ കയ്യിലില്ല. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നടന്നതാണ്. ഇപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സൂപ്പർ പവറാണ്. അവൻ വീണ്ടും തെളിയിച്ചു. അവൻ അടിക്കുന്നത് ഈ 300-400 വെച്ചല്ല, 2-3 വെച്ചേ അടിക്കത്തുള്ളൂ. പക്ഷെ അടിക്കുന്നത് നിന്റെ തലമണ്ടക്കിട്ട് തന്നെ അടിക്കുന്നത്. അതാണ് പ്രൂവ് ചെയ്യുന്നത്.